At the stroke of the midnight hour, Question is whether you want to be you or everybody I else. still have a dream. Patria o muerte. ജല ബോംബ്, വാട്ടർ ബോംബ്, ടിക്കിംഗ് ടൈം ബോംബ്. മുല്ലപ്പെരിയാറിന് വിശേഷണങ്ങളേറെ. കാലാകാലങ്ങളായി മഴക്കെടുതി സമയത്തും ദുരന്തങ്ങളുടെ സമയത്തും പ്രളയകാലത്തുമാണ് കൂടുതലായി മുല്ലപ്പെരിയാർ തലക്കെട്ടുകളിൽ ഇടം നേടുന്നത്. ഇപ്രാവശ്യവും വ്യത്യസ്തമല്ല. വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും മുല്ലപ്പെരിയാർ തലക്കെട്ടുകളിൽ കാണാൻ കഴിയുന്നത്. ആദ്യമായി 1962 ഡാമിൻ്റെ ബലക്ഷയത്തിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. ബോംബെയിലെ ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പറിലാണ് ആ ഒരു റിപ്പോർട്ട് വരുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഡാമിനെ ഡ്രെയിൻ ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യാൻ ആവശ്യമായുള്ള സ്ലൗറിംഗ് സ്യൂസുകൾ ഈ ഒരു ഡാമിലില്ല എന്നുള്ളതാണ്. എന്നാൽ അന്നത് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നില്ല. 1979 ഗുജറാത്തിലെ മാച്ചു ഡാം തകരുന്നു. അത് കാരണം മോർബി പട്ടണം അഴിയപ്പെടുന്നു. മുല്ലപ്പെരിയാറിനെ വെച്ച് നോക്കുമ്പോൾ തീവ്രത കുറഞ്ഞ ഡാമാണ് മാച്ചു ഡാം. എന്നാൽ അത് വിതച്ച നാശം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് ഡാമുകളുടെ സുരക്ഷയെപ്പറ്റി ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഓഗസ്റ്റ് 10 അർദ്ധരാത്രി തുംഗഭദ്ര ഡാമിൻ്റെ 35 ഗേറ്റുകളിൽ ഒരു ഗേറ്റ് പൂർണ്ണമായും തകരുകയുണ്ടായി. 69 വർഷക്കാലം മാത്രം പഴക്കമുള്ള ഒരു ഡാമാണ് തുംഗഭദ്ര ഡാം. അതുകൊണ്ട് തന്നെ അത് ഭീതിയിലേക്ക് വഴിയൊരുക്കുന്നു. ഈ ഒരു ക്ലിയർ എക്സ്പ്ലെയിനർ വീഡിയോയിൽ മുല്ലപ്പെരിയാറിൻ്റെ ചരിത്രവും അതുമായി റിലേറ്റ് ചെയ്ത കരാറുകളും കേരളവും തമിഴ്നാടും തമ്മിലുള്ള ചർച്ചകളും ഇതുവരെയുള്ള പരിണാമങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചരിത്രം? അയൽ സംസ്ഥാനങ്ങളായുള്ള കേരളത്തിനെയും തമിഴ്നാടിനെയും വിഭജിക്കുന്നത് വെസ്റ്റേൺ ഘട്ട്സ് ആണ്, പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറാണ് കേരളമുള്ളത്. അതിൻ്റെ കിഴക്കുഭാഗത്താണ് തമിഴ്നാടുള്ളത്. പടിഞ്ഞാറ് ഭാഗത്തായതുകൊണ്ട് തന്നെ മൺസൂൺ അധികം കേരളത്തിന് ലഭിക്കുന്നു. പെരിയാറ് കേരളത്തിലെ ഒരു നദിയാണ്. അതുകൊണ്ട് തന്നെ ജലം കൂടുതലും പെരിയാറിലാണ് വരുന്നത്. എന്നാൽ തമിഴ്നാടിൽ അതല്ല. മൺസൂൺ തമിഴ്നാടിൽ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ വൈഗാ നദി എളുപ്പം പോകുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണസമയത്ത് നമ്മൾക്കറിയാം 3 ഇമ്പോർട്ടൻറ്റ് പ്രസിഡൻസികളാണ് ബ്രിട്ടീഷുകാർക്കുള്ളത്. ബംഗാൾ, ബോംബെ, അതുപോലെ തന്നെ മദ്രാസ്. മദ്രാസിലെ വരൾച്ച അവരെ വരൾച്ചിരുന്നു. അങ്ങനെയാണ് ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സ് എന്തുകൊണ്ട് പെരിയാറിലെ ജലം വൈഗാ നദിയിലേക്ക് തിരിച്ചു വിട്ടുകൂടാ എന്നുള്ളൊരു ചിന്ത വരുന്നത്. പെരിയാറും മുല്ലയാറും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് അവരൊരു ഡാമിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നോക്കുന്നുണ്ട്. എന്നാൽ അന്ന് എന്തുകൊണ്ടോ അത് ചർച്ചകളിൽ പിന്നെ മുന്നോട്ട് പോയില്ല. എന്നാൽ ആദ്യമായി ഈ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സിൻ്റെ ഈ ഒരു ഐഡിയ, അല്ലെങ്കിൽ പെരിയാറിലെ ജലം വൈഗയിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഐഡിയ വന്നത് ബ്രിട്ടീഷുകാരുടേന്നല്ല. 1789 തന്നെ രാമനാട് രാജാവായ മുത്തുരാമ സേതുപതിയുടെ പ്രധാനിയായ മുത്തുരാളപ്പ പിള്ളയാണ് ആ ഒരു ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് നമുക്കറിയാം അന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യകളുടെ അഭാവത്തിൽ ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെയായി. 1879-78 കാലഘട്ടങ്ങളിലാണ് പിന്നെ ഒരു വഴിത്തിരിവ് ഈ ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷനിലുണ്ടാവുന്നത്. 1878-79 കാലഘട്ടത്തിലാണ് മറ്റൊരു വഴിത്തിരിവ് ഈ പ്രശ്നത്തിനുണ്ടാവുന്നത്. അതായത് മദ്രാസ് പ്രസിഡൻസിയിൽ ഒരു കടുത്ത ക്ഷാമം അല്ലെങ്കിൽ ഫാമിൻ അനുഭവപ്പെടുന്നു. അത് കാരണം 55 ലക്ഷം ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നേരത്തെ ആ ഒരു അണക്കെട്ട് നിർമ്മാണം വീണ്ടും നടത്താം എന്നുള്ളത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേണൽ ജോൺ പെന്നിക്വിക് എന്നുള്ള ഒരു എഞ്ചിനീയറിന് ആ ഒരു ഡാം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതും. അദ്ദേഹം 1882 തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റിന് മുന്നിൽ വെക്കുന്നു. അങ്ങനെ പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു മദ്രാസ് പ്രസിഡൻസി തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. എന്നാൽ തിരുവിതാംകൂറിൻ്റെ കീഴിലാണ് പെരിയാർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കരാറുണ്ടാക്കാതെ പെരിയാറിലെ ജലം ഒരിക്കലും വൈഗയിലേക്ക് തിരിച്ചുവിടാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ ഒരു സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ്, മദ്രാസിൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് തിരുവിതാംകൂർ രാജാവായ വിശാഖം തിരുനാൾ രാമവർമ്മ തമ്പുരാനെ സമീപിക്കുന്നത്. എന്നാൽ അന്ന് അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണ് പിന്നെ അദ്ദേഹം ഈ ഒരു കരാറിൽ ഒപ്പുവെക്കാൻ നിർബന്ധിതനാകുന്നത്. ചരിത്ര പുസ്തകങ്ങളിൽ ഇതിനെ രേഖപ്പെടുത്തുന്നത് എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഈ കരാറിൽ ഒപ്പുവെക്കുന്നതായി അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ്. 1886 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ സൈൻ ചെയ്യുന്നത്. തിരുവിതാംകൂർ രാജവംശവും അതുപോലെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, മദ്രാസിൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും തമ്മിലാണ് ഈ കരാറ് സൈൻ ചെയ്യുന്നത്. ഈ കരാറിലെ മാനദണ്ഡങ്ങൾ എന്താണ്? ആദ്യത്തെ മാനദണ്ഡം എന്ന് പറയുമ്പോൾ പെരിയാറിൻ്റെ ജലം വൈഗയിലേക്ക് തിരിച്ചുവിടാം. രണ്ടാമത്തത് 8000 ഏക്കർ ഭൂമി തമിഴ്നാട് പ്രസിഡൻസി അല്ലെങ്കിൽ മദ്രാസ് പ്രസിഡൻസിക്ക് ഉപയോഗിക്കാം. അതിൽ ഏക്കർ ഒന്നിന് 5 രൂപ നിരക്കിലാണ് ഈ ഒരു വാർഷിക പാട്ടം തിരുവിതാംകൂർ രാജവംശത്തിന് നൽകേണ്ടത്. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം അതിൻ്റെ ടൈം ലൈനാണ്. അതായത് എത്ര വർഷത്തേക്കാണ് ഈ ഒരു കരാർ നിലവിൽ നിൽക്കുന്നത്.
999 വർഷങ്ങൾക്കാണ് ഈ ഒരു കരാർ നിലവിൽ നിൽക്കുന്നത്. അതാണ് ഏറ്റവും യുണീക്ക് ഫീച്ചറും. കാരണം ബ്രിട്ടീഷുകാരുടെ മറ്റ് കരാറുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 99 വർഷം മാത്രമാണ് ആ മറ്റ് കരാറുകളുടെ ടൈം ലൈൻ. എന്നാൽ ഇതിൻ്റെ കാലാവധി എന്ന് പറയുമ്പോൾ 999 വർഷമാണ്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പെരിയാറിലെ എത്ര ശതമാനം ജലം മദ്രാസ് പ്രസിഡൻസിക്ക് ഉപയോഗിക്കാമെന്നുള്ളതും ഈ ഒരു കരാറിൽ പറയുന്നില്ല. എന്തായാലും 1895 അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നു. എന്നാൽ ഇത് സുഗമമായ ഒരു പൂർത്തീകരണമല്ലായിരുന്നു. അതായത് 2 വട്ടത്തോളം ഏകദേശം അണക്കെട്ടിൻ്റെ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വരുന്നു. വളരെയധികം ജലവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ മരണങ്ങളും ഈ ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ഇടയ്ക്ക് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ഇടയ്ക്ക് നിർത്തിവെക്കുന്നു. പക്ഷേ പെന്നിക്വിക്ക് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിലുള്ള ആസ്തികൾ വിറ്റാണ് ഈ ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് പെന്നിക്വിക്ക് ദൈവതുല്യനാകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പൊങ്കലും പ്രതിമകളും നമുക്ക് തമിഴ്നാട്ടിൽ ഉടനീളം കാണാൻ കഴിയും. ഈ ഒരു ജലം അത് തേനി, കമ്പം അതുപോലെ തന്നെ ഡിണ്ടുഗൽ പ്രദേശങ്ങളിൽ എത്തുന്നത് കൊണ്ടാണ് അവിടെ വരൾച്ച നിന്നതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവിടുത്തെ സമൃദ്ധി, കൃഷി മുതലായ കാര്യങ്ങൾ നടക്കുന്നതും. അത് ജീവജലമാണ് തമിഴ്നാട്ടിലെ ആളുകൾക്ക്. 1947 സാൻഡേഴ്സിൻ്റെ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഇൻ ഇന്ത്യ എന്നുള്ള ബുക്കിൽ മുല്ലപ്പെരിയാറിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് മുല്ലപ്പെരിയാറിൻ്റെ കാലാവധി 50 വർഷമാണ്. അതുപോലെ തന്നെ ഇത് ഒരു മേസണറി ഡാമാണെന്നും അതിനകത്ത് പറയുന്നുണ്ട്. മേസണറി ഡാം എന്ന് പറയുമ്പോൾ കൽക്കെട്ടുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാം. അതിനിടയ്ക്ക് മിശ്രിതമായി വരുന്നത് സുർഖി മിശ്രിതമാണ്. സുർഖി മിശ്രിതം എന്ന് പറയുമ്പോൾ ചുണ്ണാമ്പും അതുപോലെ തന്നെ മോട്ടാറുമായിട്ടുള്ള മിശ്രിതമാണ് സുർഖി മിശ്രിതം. 170 ഫീറ്റാണ് അല്ലെങ്കിൽ അടിയാണ് ഇതിൻ്റെ ജലനിരപ്പ് എന്ന് പറയുന്നത്. അതിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ജലനിരപ്പ് 152 അടിയാണ്. 1932 പുതിയൊരു പ്രശ്നം വരുന്നത്. 1886 പാട്ടക്കരാർ അനുസരിച്ച് പെരിയാറിലെ ജലം ജലസേചനത്തിന് വേണ്ടി, ഇറിഗേഷന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ മദ്രാസ് പ്രസിഡൻസി അതിനെ വൈദ്യുതി ഉൽപ്പാദനത്തിന്, പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ശക്തമായി തന്നെ തിരുവിതാംകൂർ രാജവംശം ഇതിനെ എതിർക്കുന്നു. തിരുവിതാംകൂർ രാജാവിൻ്റെ ദിവാനായ സർ രാമസ്വാമി അയ്യർ ബ്രിട്ടനിൽ പോയി ഇതിനെതിരെ വാദിക്കുന്നു. അങ്ങനെയാണ് 1942 അമ്പയറിനെ നിയമിക്കുന്നത്. അമ്പയർ ഈ പ്രശ്നത്തിനെ അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ജലസേചനത്തിന് വേണ്ടി മാത്രമേ പെരിയാറിലെ ജലം ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലാതെ പവർ ജനറേഷൻ, വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് തിരുവിതാംകൂർ രാജവംശത്തിന് പച്ചക്കൊടി കാണിക്കുന്നു. അങ്ങനെ ആ ഒരു പവർ ജനറേഷൻ എന്നുള്ള മദ്രാസ് പ്രസിഡൻസിയുടെ ആദ്യത്തെ നീക്കം തടയപ്പെടുന്നു. 1956-59 1956 കേരളം രൂപീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ 1959 തമിഴ്നാട് പെരിയാർ പവർ ജനറേഷൻ പ്രോജക്റ്റ് തുടങ്ങുന്നു. അതിൻ്റെ പേരിൽ അവർ വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങുന്നു. എന്നാൽ കേരളം അന്നതിനെ എതിർക്കുന്നു. കേരളം പറയുന്നത് 1886 പാട്ടക്കരാർ ഒന്നും കൂടി പുതുക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, പുതിയ സ്റ്റേറ്റുകൾ ഫോം ചെയ്തു, അതുകൊണ്ട് തന്നെ ഈ ഒരു കരാർ പുതുക്കണം എന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യം നിലവിൽ വരുന്നു. എന്നാൽ അന്നത് തമിഴ്നാട് കൈക്കൊള്ളുന്നില്ല. 1961 ആ ഒരു സമയമാകുമ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാറിന് 50 വർഷം തികഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നിരന്തരമായുള്ള കേരളത്തിൻ്റെ സമ്മർദ്ദം കാരണം 1970 പിന്നെ തമിഴ്നാട് ഈ ഒരു കരാർ പുതുക്കുന്നതിന് തയ്യാറാവുന്നത്. 1970 പിന്നീട് തമിഴ്നാട് കേരളവുമായി സഹകരിച്ച് ഈ ഒരു 1886 കരാർ പുതുക്കുന്നത്. 1886 പുതുക്കിയ മാനദണ്ഡങ്ങളിൽ ആദ്യത്തേത് 30 രൂപ എന്നുള്ള നിരക്കിൽ പെർ ഏക്കറിനുള്ള പാട്ടമാണ്. നേരത്തെ അത് 5 രൂപയായിരുന്നു, ഇപ്പോൾ അത് കൂട്ടി 30 രൂപയാക്കി. രണ്ടാമത്തെ കാര്യം, നേരത്തെയുള്ള പെരിയാർ പവർ ജനറേഷൻ പ്രോജക്റ്റ്, തമിഴ്നാടിൻ്റെ പെരിയാർ പവർ ജനറേഷൻ പ്രോജക്റ്റിന് അംഗീകാരം ലഭിക്കുന്നു ഉള്ളതാണ്. അതായത് പാട്ടത്തിന് തന്നെയാണ് ഈ ഒരു പവർ ജനറേഷന് നമ്മുടെ തമിഴ്നാടിന് സമ്മതിക്കുന്നതും. എന്നാൽ 100 യൂണിറ്റിന് 14 പൈസ എന്നുള്ള നിരക്കിലാണ് ഈ ഒരു പാട്ടം കൊടുക്കണമെന്നുള്ളതും ആ ഒരു കരാറിൽ പറയുന്നു. മൂന്നാമത്തെ കാര്യം 999 വർഷത്തെ കാലാവധി എന്നുള്ളതാണ്. അത് ഇതിനകത്തും 999 വർഷം തന്നെ നിലനിർത്താമെന്നും പറയുന്നു. മറ്റൊരു കാര്യം, 30 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു നിരക്കുകൾ ഒന്നും കൂടി നിശ്ചയിക്കണമെന്നും ഉള്ളതും അതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണ് 1970 1886 കരാർ പുതുക്കപ്പെടുന്നത്. 1979 ഗുജറാത്തിലെ മോർബി പട്ടണം അഴിയപ്പെടുന്നത്. അതിന് കാരണമാവുന്നത് മാച്ചു ഡാമിൻ്റെ തകർച്ചയാണ്. അങ്ങനെയാണ് ഡാം സേഫ്റ്റികളെ പറ്റി ഇന്ത്യയിൽ വീണ്ടും ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്.
സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയർമാൻ KC തോമസിൻ്റെ മുന്നിലും ഈ ഒരു ഡാം സേഫ്റ്റിനെ പറ്റിയിട്ടുള്ള കാരണങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ 50 വർഷം പൂർത്തീകരിച്ച മുല്ലപ്പെരിയാറാണ് അതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം. അങ്ങനെ അദ്ദേഹം ഒരു എക്സ്പേർട്ട് കമ്മിറ്റീനെ രൂപീകരിക്കുന്നു. എക്സ്പേർട്ട് കമ്മിറ്റി നിർദ്ദേശങ്ങൾ 3 എണ്ണമാണ്. ആദ്യത്തേത് 152 അടി എന്നുള്ള ജലനിരപ്പ് 136 ആക്കി കുറയ്ക്കണം. രണ്ടാമത്തെ കാര്യം, ഡാമിൻ്റെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തമിഴ്നാട് ചെയ്യണം. സാങ്കേതികമായുള്ള കാര്യങ്ങൾ തമിഴ്നാട് പൂർത്തീകരിച്ചാൽ അതിന് വീണ്ടും 152 അടിയിലേക്ക് തന്നെ ജലനിരപ്പ് ഉയർത്താമെന്നുള്ളതും പറയുന്നുണ്ട്. എന്നാൽ 1990കളിൽ തമിഴ്നാട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചു എന്നുള്ളത് അറിയിക്കുന്നു. കേരളം അതിനെ ശക്തമായി എതിർക്കുന്നു. കേരളം പറയുന്നത് തമിഴ്നാട് സ്വീകരിച്ച മാനദണ്ഡങ്ങളൊന്നും സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ്. അതിന് ആക്കം കൂട്ടാൻ ആ പ്രദേശത്ത് ഒരു ഭൂചലനവും അനുഭവപ്പെടുന്നു. അങ്ങനെയാണ് 2000-ൽ ഈ ഒരു കാര്യത്തിനെ പറ്റി സുപ്രീം കോടതിയെ കേരളം സമീപിക്കുന്നത്. 2000-ലാണ് പ്രദേശത്ത് നേരിയ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭീതിയുടെ ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് കേരളം സമീപിക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ജലസേചന വകുപ്പ് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി നിയമിക്കുന്നു. എക്സ്പേർട്ട് കമ്മിറ്റിയിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ അണക്കെട്ട് വിദഗ്ധനായ KB മിത്തലാണ് ഉണ്ടാകുന്നത്. കേരളത്തിൽ നിന്നും തമിഴ്നാടിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ടാകുന്നു. ആ എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ട് 2001-ൽ പുറത്തു വരുന്നു. കേരള റെപ്രസെൻറ്റേറ്റീവിൻ്റെ എതിർപ്പോടു കൂടിയാണ് ആ ഒരു റിപ്പോർട്ട് വരുന്നത്. കാരണം അതിൽ പറയുന്നത് ഈ 136 അടിയിൽ നിന്നും 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്താമെന്നും തമിഴ്നാട് സ്വീകരിച്ച മാനദണ്ഡങ്ങളെല്ലാം സാങ്കേതികമായിട്ടുള്ള തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നും പറയുന്നു. ഇനിയും കുറച്ചുകൂടി ശക്തപ്പെടുന്ന മെഷേഴ്സ് എടുക്കുകയാണ് തമിഴ്നാടെങ്കിൽ വീണ്ടും 142 അടിയിൽ നിന്നും 156ലേക്ക് പഴയ പോലെ തന്നെ ജലനിരപ്പ് ഉയർത്താമെന്നുമാണ് ആ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി നിർദ്ദേശം വയ്ക്കുന്നത്. 2006 എക്സ്പേർട്ട് കമ്മിറ്റി നിർദ്ദേശത്തിനെതിരായി സുപ്രീം കോടതിയെ കേരളം സമീപിക്കുന്നു. അതോടൊപ്പം തന്നെ കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് 2003 കേരളം അമെൻഡ് ചെയ്യുന്നു, പുതുക്കുന്നു. അതിൽ പറയുന്നത് ഒരു എൻഡേഞ്ചേർഡ് ലിസ്റ്റ്, ഡാംസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതായത് നമുക്ക് അപകട ഭീഷണിയുള്ള ഡാമിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതിൽ മുല്ലപ്പെരിയാറിനെ ചേർക്കുന്നു. അതനുസരിച്ച് ഡാമിൻ്റെ ജലനിരപ്പ് ഒരിക്കലും 136 അടിയിലിൻ്റെ മേലെയാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിനെതിരെയായി തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഈ ഒരു സമയത്ത് തന്നെ കേരള ഗവൺമെൻറ് IIT റൂർക്കി, IIT ഡൽഹിയെ സമീപിക്കുന്നു. എന്നിട്ട് ഡാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമീപനം നടക്കുന്നത്. IIT റൂർക്കി റിപ്പോർട്ട് അനുസരിച്ച് റിച്ചർ സ്കെയിലിൽ 6.4 മുകളിൽ എർത്ത് ക്വേക്ക്, അതായത് ഭൂചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡാം തകരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ് ഇത് കണക്കിലെടുത്ത് സെൻട്രൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിനെ സമീപിക്കുന്നു. എന്നിട്ട് അവിടുന്ന് ക്ലിയറൻസ് വാങ്ങി പുതിയൊരു ഡാമിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഈ ഒരു നിലവിലെ ഡാമിന് താഴെയായി പുതിയൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യാനുള്ള സർവേകൾ നടത്തുന്നു. എന്നാൽ തമിഴ്നാട് ഇതിനെ ശക്തമായി തന്നെ എതിർക്കുന്നു. നേരത്തെ തന്നെ സുപ്രീം കോടതിയിലേക്ക് കേസ് പോയപ്പോൾ അതിന് പ്രകാരം സുപ്രീം കോടതി ഒരു ഇൻ്ററിം റിപ്പോർട്ട് ഇറക്കുന്നു. ആ ഇൻ്ററിം ജഡ്ജ്മെൻറ്റ് പറയുന്നത് കേരളവും തമിഴ്നാടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലാതെയോ ഈ ഒരു പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്നുള്ളതാണ്. 2010 സുപ്രീം കോടതി ഒരു ഹൈ ലെവൽ എക്സ്പേർട്ട് കമ്മിറ്റീനെ നിയമിക്കുന്നു. AS ആനന്ദാണ് ഇതിൻ്റെ ചെയർമാൻ. 5 അംഗ കമ്മിറ്റിയാണ്. 2 കാര്യങ്ങളാണ് ഈ ഒരു കമ്മിറ്റീനോട് കൺസിഡർ ചെയ്യാൻ പറയുന്നത്. ആദ്യം ജലനിരപ്പിനെ പറ്റിയും രണ്ടാമത്തെ കാര്യം ഇതിന് പുതിയ ഡാം ഫീസിബിൾ ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയും. അടുത്ത കാര്യം, സുപ്രീം കോടതി കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ 2006 ആക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്നുള്ളതിനെ പറ്റിയും വിധി പറയും എന്നുള്ളതാണ് വരുന്നത്. 2012 ഈ ഒരു വർക്കിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നു. എന്നിട്ട് വർക്കിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നതിനനുസരിച്ച് ജലനിരപ്പ് 136 അടിയിൽ നിന്നും 142 അടിയിലേക്ക് ഉയർത്താമെന്നുള്ളതും രണ്ടാമത്തെ കാര്യം ഒരു പുതിയൊരു ഡാമിൻ്റെ ആവശ്യമില്ല എന്നുള്ളതുമാണ് പറയുന്നത്. കാരണം തമിഴ്നാട് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വർക്കിംഗ് കമ്മിറ്റി കണ്ടെത്തിയത്. ഇനി സുപ്രീം കോടതിയുടെ കാര്യം പറയുകയാണെങ്കിൽ കേരള ഇറിഗേഷൻ വാട്ടർ കമ്മീഷൻ ആക്ട് ഓഫ് 2006, അതായത് നമ്മുടെ ഈ ഒരു മുല്ലപ്പെരിയാറിനെ എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ ആഡ് ചെയ്ത ഒരു ആക്ട്, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും സുപ്രീം കോടതി വിധിക്കുന്നു. എന്തുകൊണ്ടാണ് വർക്കിംഗ് കമ്മിറ്റി ജലനിരപ്പ് ഉയർത്താമെന്നും അതുപോലെ തന്നെ മറ്റൊരു ഡാമിൻ്റെ ആവശ്യമില്ല എന്നുള്ളതും പറയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് മുല്ലപ്പെരിയാർ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ്. അതായത്
ഗ്രാവിറ്റി ഡാമിൻ്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ബലം കൂടുന്നത്. വെയിറ്റ് കൂടുന്നതും നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഗ്രാവിറ്റിയുമായിട്ടുള്ള ബന്ധമാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ തമിഴ്നാട് സയൻറ്റിഫിക്കലി ചെയ്തു എന്നും പറയപ്പെടുന്നു. ആ സയൻറ്റിഫിക്കലി ചെയ്ത കാര്യങ്ങൾ ഇതിൻ്റെ ബലം കൂട്ടിയെന്നുമാണ് പറയുന്നത്. എന്തൊക്കെയാണ് തമിഴ്നാട് ചെയ്ത കാര്യങ്ങൾ? ഒന്ന്, ഇതിൻ്റെ ഭാരം കൂട്ടി. അതായത് കോൺക്രീറ്റ് പാളി 12,000 ടൺ കിലോ വരുന്ന ഒരു കോൺക്രീറ്റ് പാളി നമ്മുടെ ഡാമിന് മേളിലായി സ്ഥാപിക്കുന്നു. ഇത് കാരണം ഭാരം കൂടുന്നു. ഭാരം കൂടുമ്പോൾ ഗ്രാവിറ്റി ഡാമിൻ്റെ ബലം കൂടുന്നു. അങ്ങനെ ഡാമിൻ്റെ ബലം കൂട്ടിയതായി പറയുന്നു. രണ്ടാമത്തെ കാര്യം കേബിൾ ആങ്കറിങ്. അതായത് ശക്തമായ കേബിളുകൾ, വടം പോലെയുള്ള കേബിളുകൾ ഇതിനകത്തേക്ക് ദ്വാരങ്ങൾ വെച്ച് അതിന് ഇൻസേർട്ട് ചെയ്യുകയും എളുപ്പം സെറ്റാവുന്ന കോൺക്രീറ്റുകൾ അതിലേക്ക് നിറയ്ക്കുകയും ചെയ്യുന്നു. ഈ കോൺക്രീറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ ടെൻഷനിൽ വലിച്ചു പിടിച്ചിരിക്കുന്ന ഈ ഒരു കേബിളുകൾ അല്ലെങ്കിൽ വടകൾ ഇത് വിടുന്നു. അങ്ങനെയാണ് ആ ഒരു ചുരുങ്ങിപ്പോവുകയും ഗ്രാവിറ്റിയുടെ ആ ഒരു ബലം ഇതിന് കിട്ടുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മാസ് കോൺക്രീറ്റിംഗ്. അതായത് നമ്മുടെ ഡാമിൻ്റെ ബാക്കിലത്തെ വോളിൽ ഒരു മാസ് കോൺക്രീറ്റ് നടത്തുന്നു. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാമിൻ്റെ വോളിനോട് ചേർന്നിട്ട് ആണ് ഈ ഒരു കോൺക്രീറ്റിംഗ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പാളിയായിട്ടുള്ള ബലം ഡാമിന് നൽകുന്നു. നാലാമത്തെ കാര്യം ഇൻസ്പെക്ടിംഗ് ഏരിയാസ് ആണ്, അല്ലെങ്കിൽ ഇൻസ്പെക്ടിംഗ് ഏരിയാസ് ഈ ഒരു ഡാമിന് റിലേറ്റീവായിട്ട് അടുത്ത് നിർമ്മിക്കുന്നു. അത് കാരണം ഡാമിനെ പൂർണ്ണമായും എല്ലാ സമയവും ഇൻസ്പെക്ട് ചെയ്യാനും സാധിക്കുന്നു. ഈ 4 നിർദ്ദേശങ്ങളായിരുന്നു തമിഴ്നാടിന് നൽകിയിരുന്നത്. അവർ ഇത് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വർക്കിംഗ് കമ്മിറ്റി തമിഴ്നാടിന് പച്ചക്കൊടി കാണിച്ചത്. 2018 കേരളം പ്രളയബാധിതമാകുന്നത്. അന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മുല്ലപ്പെരിയാറിൽ ഇതുവരെയുള്ള ജലനിരപ്പിനെക്കാട്ടിലും ഉയർന്ന ജലനിരപ്പാണ് ഉള്ളത്. എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ആ ഒരു സമയത്താണ് ഈ മുല്ലപ്പെരിയാറിൽ വിള്ളലുകൾ കൂടുതലായി വന്ന അഭ്യൂഹങ്ങളും പരക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ ബലക്ഷയത്തിനെ പറ്റി അല്ലെങ്കിൽ ഡാമിൻ്റെ ഫീസിബിലിറ്റിയെ പറ്റിയുള്ള ചർച്ചകൾ മുറുകുന്നു. അങ്ങനെയുള്ള സമയത്താണ് വീണ്ടും കേരളം ഒന്നും കൂടി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെയാണ് 2021 സുപ്രീം കോടതിയുടെ അടുത്ത ജഡ്ജ്മെൻറ്റ് ഈ ഒരു കാര്യത്തിൽ വരുന്നത്. 2021 അടുത്ത സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വരുന്നത്. 3 കാര്യങ്ങളാണ് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത്. ആദ്യത്തേത് റൂൾ കർവ് പാലിക്കണം. രണ്ടാമത്തേത് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റേഷൻ സ്ഥാപിക്കണം. മൂന്നാമത്തേത് ഷട്ടർ മാനേജ്മെൻറ്റ്, മെയിൻ്റനൻസ്, ഇൻസ്പെക്ഷൻ എന്നിവ ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലുള്ളത് ചെയ്തിരിക്കണം. എന്താണ് റൂൾ കർവ്? വർഷത്തിൽ നമുക്ക് മഴ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം വെള്ളം ഈ ഒരു ജലാശയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അണക്കെട്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിശ്ചയിക്കുന്നത് റൂൾ കർവിൻ്റെ അടിസ്ഥാനത്തിലാണ്. 10 ദിവസത്തെയാണ് ഈ ഒരു റൂൾ കർവ് നമ്മൾ നിശ്ചയിക്കുന്ന ടൈം ലൈൻ. അതിൽ എത്രത്തോളം ജലം ഷട്ടർ തുറന്നു വിടണം എന്നുള്ളതും നിർദ്ദേശിക്കുന്നത് ഈ ഒരു റൂൾ കർവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ 2021 അടുത്തൊരു വഴിത്തിരിവുണ്ടാകുന്നു. ഡാം സേഫ്റ്റി ആക്ട് കേന്ദ്രം പാസ്സാക്കുന്നു. അതുവരെ സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു ഡാം സേഫ്റ്റിൻ്റെ ആക്ടിൽ അല്ലെങ്കിൽ ഡാം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഉൾപ്പെടുന്നിരുന്നില്ല. എന്നാൽ ഡാം സേഫ്റ്റി ആക്ട് 2021 നിലവിൽ വന്നതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ് ഡാമിൻ്റെ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നു. അങ്ങനെയാണ് അടുത്ത ഒരു വഴിത്തിരിവ് ഇതിനുണ്ടാകുന്നത്. 2022 അടുത്ത സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വരുന്നത്. അതിൽ പറയുന്നത് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിക്കണമെന്നും ഈ ഡാമിൻ്റെ റണ്ണിങ്ങും സേഫ്റ്റിയും എല്ലാം ഈ ഒരു നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുക്കണം എന്നുള്ളതുമാണ്. അതിനുശേഷം വേറൊരു സൂപ്പർവൈസിംഗ് കമ്മിറ്റി നിലവിൽ വരണമെന്നും ഈ സൂപ്പർവൈസിംഗ് കമ്മിറ്റി കോംപ്രിഹെൻസീവായിട്ട് ഡാമിൻ്റെ സുരക്ഷ ഇവാലുവേറ്റ് ചെയ്യണമെന്നും ഉള്ളത് ജഡ്ജ്മെൻറ്റിൽ പറയുന്നു. എന്നാൽ നാളിതുവരെ ഈ ഒരു സൂപ്പർവൈസിംഗ് കമ്മിറ്റിയുടെ ഇവാലുവേഷൻ ഈ ഒരു ഡാമിൽ നടന്നിട്ടില്ല. എന്താണ് ഡാമിൻ്റെ നിലവിലെ ഭീഷണികൾ? 2010 IIT റൂർക്കി റിപ്പോർട്ടിനനുസരിച്ച് 4 ഭീഷണികളാണ് മെയിനായും IIT റൂർക്കി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഒന്ന്, ഡാമിൻ്റെ ആ ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന ഭൂചലനം അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് റിച്ചർ സ്കെയിലിന് 6.4 മുകളിലാണെങ്കിൽ അവിടെ ഡാമിൻ്റെ തകർച്ചയ്ക്ക് കാരണമാവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തേത് അമിതമായ മൺസൂൺ അല്ലെങ്കിൽ അമിതമായ മഴ, അത് രണ്ടാമത്തെ കാര്യമായി പറയുന്നു. മൂന്നാമത്തേത് ഡാമിനുള്ളിലുണ്ടാകുന്ന സീപ്പേജ്, അതും ഒരു കാര്യമായി പറയുന്നു. നാലാമത്തേത് ഡാമിനുള്ളിലുണ്ടാകുന്ന ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ആ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നതിനടുത്തുണ്ടാകുന്ന ഉരുൾപൊട്ടൽ. ഈ 4 കാര്യങ്ങളാണ് മേജറായും ഡാമിൻ്റെ ഭീഷണിയായി പറയുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നതിന് അടുത്തായിട്ടുള്ള സ്ഥലങ്ങളിൽ റിച്ചർ സ്കെയിലിൽ 3 മുതൽ 3.4% വരെയുള്ള
ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാം സുരക്ഷ ആണ് എന്നുള്ളത് സ്ഥായിയായും ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതും നമ്മുടെ IIT റൂർക്കി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്താണ് കേരളത്തിൻ്റെ നിലപാട്? നിലവിലെ ഡാമിൻ്റെ സേഫ്റ്റി സൂപ്പർവൈസറി കമ്മിറ്റി അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. IIT റൂർക്കി, IIT ഡൽഹി പഠന റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ ബലത്തിനെ പറ്റി അല്ലെങ്കിൽ ബലക്ഷയത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ വീണ്ടും സമഗ്രമായി ചെന്ന് ചർച്ച ചെയ്യണമെന്നും പറയുന്നു. ഇൻ കേസ് ഈ ഒരു ഡാം ബലം കുറവാണ് എന്നുണ്ടെങ്കിൽ പുതിയൊരു ഡാം ഫുള്ളായി കേരളത്തിൻ്റെ ചിലവിൽ നിർമ്മിക്കാനുള്ളതും കേരളം പറയുന്നുണ്ട്. 5 മുതൽ 7 വർഷം വരെയാണ് പുതിയൊരു ഡാമിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ആവുക. എന്നാലും ഈ ഒരു മുഴുവൻ ചിലവും കേരളം ഏറ്റെടുക്കാമെന്നും തമിഴ്നാടിൻ്റെ ജലം അതേപടി നൽകാമെന്നുമുള്ളതാണ് കേരളത്തിൻ്റെ നിലപാട്. എന്തുകൊണ്ടാണ് തമിഴ്നാട് കേരളത്തിനെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ എതിർക്കുന്നത്? 1970 പാട്ടക്കരാറിനനുസരിച്ച് മൊത്തത്തിൽ 10 ലക്ഷം രൂപയാണ് തമിഴ്നാട് കേരളത്തിന് നൽകേണ്ടത്. 2.5 ലക്ഷം രൂപ സ്ഥലത്തിനും അതുപോലെ തന്നെ 7.5 ലക്ഷം രൂപ വൈദ്യുതി ഉൽപ്പാദനത്തിനുമാണ് ഈ ഒരു പാട്ടം നൽകേണ്ടത്. അതായത് നിലവിലെ 10 ലക്ഷം രൂപ മാത്രമാണ് തമിഴ്നാട് കേരളത്തിന് നൽകുന്നത്. എന്നാൽ പുതിയൊരു കരാർ മുന്നിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടി തമിഴ്നാട് കേരളത്തിന് നൽകണം. തമിഴ്നാടിൻ്റെ മറ്റൊരു വാദം, ഇനി പുതിയൊരു കരാർ രൂപീകരിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു ജലത്തിൻ്റെ ഷെയർ തമിഴ്നാടിന് കേരളം നൽകില്ല എന്നുള്ളതാണ്. എന്നാൽ 1970 കരാറിനനുസരിച്ചും അല്ലെങ്കിൽ നിലവിലുള്ള കരാറിന് ഇനി വരാൻ പോകുന്ന കരാറിലും ആ ഒരു ക്ലോസ് എന്തായാലും എടുത്തു മാറ്റില്ല എന്നും തമിഴ്നാടിൻ്റെ വെള്ളത്തിന് അതേപടി തന്നെ കേരളം നൽകുമെന്നുമാണ് കേരളം ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. പുതിയൊരു ഡാം വേണമോ വേണ്ടയോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഡാമിൻ്റെ ബലവും ബലക്ഷയവും കേരളവും തമിഴ്നാടും സെൻട്രൽ ഗവൺമെൻറ്റും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. 0.1% നിലവിലെ ഡാമിന് ഭീഷണിയുണ്ട് എങ്കിൽ അത് 35% ആളുകളുടെ ജീവനും സ്വത്തിനുമാണ് അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ കേരളവും തമിഴ്നാടും സെൻട്രൽ ഗവൺമെൻറ്റും സമവായി ക്രിയാത്മകമായി ഒരു ഡിസിഷൻ എടുക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം.